Hi all, Assalamu alaikum. Welcome back to Zida's recipes. നമ്മൾ ഇന്ന് Tresleches കേക്കിന്റെ റെസിപ്പിയാണ് ട്ടോ ചെയ്യുന്നത്. പൈനാപ്പിൾ ഫ്ലേവറുള്ള നല്ല അടിപൊളി പൈനാപ്പിൾ Tresleches കേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു Tresleches കേക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോർമൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, പൊടിച്ചിട്ടൊന്നുമില്ല. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടി ഒന്നങ്ങ് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിന് പൈനാപ്പിളിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തേച്ച് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഇനി മുട്ട നന്നായിട്ടൊന്ന് ബീറ്റായി കിട്ടണം. നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് റെഡി ആയിട്ടുള്ള ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആയാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന് ആദ്യം തന്നെ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നത് അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഉപ്പിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു അലുമിനിയം പാത്രം ആദ്യമേ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലാണ് നമ്മൾ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കേക്ക് ടിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ശരിയായ രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊരു 35 to 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് 35 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു കേക്കിന് കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടിന്നിലാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് മാറ്റിയതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മിൽക്ക് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് നമ്മുടെ Tresleches കേക്കാണല്ലോ, അതായത് മിൽക്ക് കേക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മിൽക്ക് വെച്ചിട്ടുള്ളൊരു സോസാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 1/2 കപ്പ് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റും ഇട്ടിട്ടാണ്.
അപ്പം വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഒരു പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് മധുരം നോക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. കണ്ടൻസ്ഡ് മിൽക്ക് എത്രയാണോ നമുക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി എത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിൽക്ക് ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സോസ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കണം. ഈ ഒരു സോസിൻ്റെ അരഭാഗത്തോളം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും നന്നായിട്ട് നമ്മുടെ കേക്ക് വെറ്റായി കിട്ടണം. അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകതയും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഡെക്കറേഷൻ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇതുപോലെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പുള്ള് ചെയ്തെടുത്താൽ മതി. വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം മുഴുവനായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ്തയും അതുപോലെ തന്നെ ബദാമും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റോസ് പെറ്റൽസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്ക് റെഡി ആയി കേട്ടോ. നല്ല ഉഷാറായിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ട്രെസ്ലെച്ചസ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി കേക്കാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ട്രെസ്ലെച്ചസ് കേക്കാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുന്ന ബാക്കി വന്നിട്ടുള്ള മിൽക്ക് സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കഴിച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കമൻ്റായിട്ട് അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്